നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ബ്രഷ് ഇല്ലാതെ പല്ല് കഴുകേണ്ട സാഹചര്യം വന്നിട്ടുണ്ടോ? യാത്രകളിൽ, ഓഫീസിൽ, അപ്രതീക്ഷിത സന്ദർഭങ്ങളിലൊക്കെ. അപ്പോൾ എന്ത് ചെയ്യും? അതിനായി ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ട്. അതാണ് ച്യൂവബിൾ ടൂത്ത് ബ്രഷ്, എന്ന് വെച്ചാൽ ചവച്ച് തുപ്പാവുന്ന ടൂത്ത് ബ്രഷ്. അപ്പോൾ ഇതെന്താണ്? ഇനി രാവിലെ പല്ല് തേക്കാൻ സമയം കളയേണ്ട ആവശ്യമില്ലേ? ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ? തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമാക്കുന്നത്. വീഡിയോ മുഴുവനായും കാണുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാൻ ഡോക്ടർ സാറ, ഡെന്റൽ സർജനാണ്. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഈ ച്യൂവബിൾ ടൂത്ത് ബ്രഷ് എന്താണെന്ന് പലർക്കും അറിയാമായിരിക്കും. ഇത് ചെറിയതും ഉപയോഗിക്കാൻ എളുപ്പമുള്ളതും ഒപ്പം എൻജോയ് ചെയ്ത് യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു ദന്ത സംരക്ഷണ ഉൽപ്പന്നമാണ്. സാധാരണ ടൂത്ത് ബ്രഷിന് പകരമായി ഉപയോഗിക്കാവുന്ന ഒരു നല്ല കണ്ടുപിടുത്തമാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നറിയണ്ടേ? ഇതിന്റെ പ്രവർത്തനം വളരെ സിമ്പിളാണ്. നിങ്ങൾ ഇത് വായിൽ വെച്ച് ചവച്ചാൽ മാത്രം മതി. ഇതിന്റെ റബ്ബർ ബ്രിസിലുകൾ വായിലെ ഭക്ഷണങ്ങളുടെ അവശിഷ്ടങ്ങളെയൊക്കെ നീക്കം ചെയ്യുകയും പല്ലിലെ അസിഡിറ്റി കൺട്രോൾ ചെയ്യുകയും ചെയ്യും. കൂടാതെ ചില മോഡലുകളിൽ ടൂത്ത് പേസ്റ്റിന്റെ ഫ്ലേവർ ഉണ്ടായിരിക്കും. അതുകൊണ്ട് വെറുതെ വെള്ളം ഉപയോഗിച്ച് തുപ്പിയാൽ മതി. അപ്പോൾ ഇത് എന്തെല്ലാം ഗുണങ്ങളാണ് നമുക്ക് നൽകുന്നത് എന്നറിയാമോ? ഇതിന്റെ സോഫ്റ്റായ ബ്രിസിൽസ് വെച്ച് പല്ലിലെ അഴുക്കുകൾ വൃത്തിയാക്കും. ചില ച്യൂവബിൾ ടൂത്ത് ബ്രഷുകൾ നേരത്തെ ടൂത്ത് പേസ്റ്റിൽ മുക്കിയതുപോലെ പ്രീ പേസ്റ്റഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ടൂത്ത് പേസ്റ്റ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് തുപ്പാൻ പറ്റുന്ന തരത്തിലുള്ളതായതുകൊണ്ട് യാത്രക്കിടയിലും ഉപയോഗിക്കാൻ പറ്റും. വെള്ളം ആവശ്യമില്ലാത്തതിനാൽ യാത്രക്കാർക്കും ക്യാമ്പിംഗ് ചെയ്യുന്നവർക്കുമെല്ലാം മികച്ചതാണ്. പിന്നെ ഏതെങ്കിലും കോൺഫറൻസ്, ഓഫീസ് മീറ്റിങ്ങുകൾ, പൊതു ഇടങ്ങളിലൊക്കെ വായിൽ നിന്ന് ഫ്രഷ് സ്മെല്ലുണ്ടാകാൻ ഇത് ഉപയോഗിച്ചാൽ മതി. പിന്നെ കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ്. ടൂത്ത് ബ്രഷ് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും ഇത് സഹായകമാണ്. എന്നാൽ ഇതിന് നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഗുണങ്ങൾ മാത്രമല്ല ഉള്ളത്, ചില ദോഷങ്ങളുമുണ്ട്. അതായത് ഡെയിലിയുള്ള ടൂത്ത് ബ്രഷിങ്ങിന് പകരമായി ഇതിനെ ഒരിക്കലും ആശ്രയിക്കാൻ കഴിയുകയില്ല. സാധാരണ നമ്മുടെ ടൂത്ത് ബ്രഷ് കൊണ്ട് പല്ല് തേക്കുന്നത് പോലെ അത്രയ്ക്ക് എഫക്റ്റീവ് അല്ല. പിന്നെ ഇത് സിംഗിൾ യൂസിന് വേണ്ടിയുള്ളതാണ്. ഇത്തരത്തിലുള്ള ടൂത്ത് ബ്രഷുകൾ മിക്കതും ഉപയോഗിച്ച് കഴിഞ്ഞ് കളയാനേ പറ്റുള്ളൂ. പലപ്പോഴും പ്ലാസ്റ്റിക് ഉപയോഗിച്ച് ഇവ ഉണ്ടാക്കിയത് കൊണ്ട് പരിസ്ഥിതിക്ക് ദോഷകരമാകാം. എന്നാൽ ചിലത് ഇപ്പോൾ ബയോഡിഗ്രേഡബിൾ മെറ്റീരിയലുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്നവയുമുണ്ട്. പിന്നെ പല്ല് തേച്ചത് കൊണ്ട് മാത്രമല്ലാതെ ഫ്ലോസിംഗ് ചെയ്ത് പല്ലിന്റെ ഇടയിലും ക്ലീൻ ചെയ്യുമ്പോഴാണ് നമ്മുടെ ടൂത്ത് പേസ്റ്റിനുള്ളിലെ ഫ്ലൂറൈഡ് പല്ലുകളുടെ ഇടയിലേക്കും എത്തി ആരോഗ്യമുള്ളതാക്കുകയുള്ളൂ. ഇവിടെ ഇങ്ങനെ ചവച്ചത് കൊണ്ട് മാത്രം ഈ ഒരു ബെനിഫിറ്റ് കിട്ടില്ല. പിന്നെ ഇവയ്ക്ക് സാധാരണ ടൂത്ത് ബ്രഷിനെ അപേക്ഷിച്ച് പ്രത്യേകിച്ച് നല്ല ഒരു ബ്രാൻഡിന്റെ വാങ്ങണമെങ്കിൽ ചിലവ് കൂടുതൽ വരാം. പിന്നെ ചിലർക്ക് ഈ ടൈപ്പ് ടൂത്ത് ബ്രഷ് ഉപയോഗിക്കുമ്പോൾ അസ്വസ്ഥതയുണ്ടാകാം. ദന്ത സംരക്ഷണത്തിനായി ഡോക്ടർ നിർദ്ദേശിച്ച പ്രധാന രീതികൾക്ക് പകരമായി ഇത് ഉപയോഗിക്കരുത്. അതുകൊണ്ട് ഈ ച്യൂവബിൾ ടൂത്ത് ബ്രഷ് താൽക്കാലികമായി പല്ലുകൾ വൃത്തിയാക്കാൻ നല്ല ഒരു പരിഹാരമാണെങ്കിലും യാത്രക്കാർക്കും ഓഫീസ് ജോലിയുള്ളവർക്കും ഇത് ഏറെ സഹായകരമാണ്. എന്നാൽ ഓർക്കുക, ഡെയിലിയുള്ള ടൂത്ത് ബ്രഷിങ്ങിനും ഫ്ലോസിങ്ങിനും പകരമായി ഇതിനെ ഒരിക്കലും ഉപയോഗിക്കരുത്.